കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഏകീകൃത പെൻഷൻ നിലവിൽ വന്നു. എല്ലാ സർക്കാർ ജീവനക്കാർക്കും മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുന്നതിന് പദ്ധതി സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഈ പദ്ധതിയുടെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് ഒന്ന് പരിശോധിക്കാം. പ്രധാനമായും 9ഓളം ഗുണങ്ങളാണ് ഏകീകൃത പെൻഷൻ വഴി ജീവനക്കാർക്ക് ലഭിക്കുക. ഇതിൽ ഏറെ ശ്രദ്ധേയമായ ചില ആനുകൂല്യങ്ങളെപ്പറ്റി ആദ്യം നോക്കാം. ഒന്ന്, ഉത്തരവാദിത്ത പെൻഷൻ. അതായത് സർവീസിൽ 25 വർഷം പൂർത്തിയാക്കിയവർക്ക് അവരുടെ സേവന കാലയളവിലെ അവസാന ഒരു വർഷത്തെ ശമ്പളത്തിൻ്റെ നേർപകുതിയാണ് പെൻഷനായി ലഭിക്കുക. 10 മുതൽ 25 വർഷം വരെ സർവീസ് ഉണ്ടായിരുന്നവർക്ക് ആനുപാതിക പെൻഷൻ തന്നെ ലഭിക്കും. 2, കുടുംബ പെൻഷൻ. ജീവനക്കാർ മരണപ്പെട്ടാൽ അവരുടെ പെൻഷൻ്റെ 60% ഈ പുതിയ പദ്ധതി പ്രകാരം ലഭിക്കും. മറ്റൊന്ന്, അടിസ്ഥാന പെൻഷനാണ്. 10 വർഷം ജോലി ചെയ്തവർക്ക് 10,000 രൂപ പെൻഷൻ ഉറപ്പ് നൽകുന്നു. അടുത്തത് DA ആശ്വാസമാണ്. സേവന കാലയളവിൽ ഉണ്ടായിരുന്ന അതേ അളവിൽ DA ആശ്വാസം കേന്ദ്ര പെൻഷൻകാർക്ക് ലഭിക്കുന്നു. ദേശീയ ഉപഭോക്തൃ വില സൂചികയെ അടിസ്ഥാനമാക്കിയാണ് ഡിയർനെസ് റിലീഫ് നിശ്ചയിക്കുക. ലംസ് പേയ്മെൻ്റ് ആണ് അടുത്തത്. വിരമിക്കുന്ന ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റിക്ക് പുറമെയാണ് ലംസ് പേയ്മെൻറ്റും ലഭിക്കുന്നത്. ഇതുകൂടാതെ പെൻഷൻ പദ്ധതിയിലേക്കുള്ള കേന്ദ്ര വിഹിതം 18.5% കേന്ദ്ര സർക്കാർ ഉയർത്തി. നിലവിലുണ്ടായിരുന്ന 14% നിന്നാണ് ഈ വർധനവ്. ജീവനക്കാരുടെ വിഹിതം കൂട്ടാതെ വന്നതിനാൽ അത് മറ്റൊരു ആശ്വാസം കൂടിയായി. ഇതുകൂടാതെ പെൻഷൻ ഏതെങ്കിലും കുടിശ്ശിക വന്നാൽ പലിശ ചേർത്താകും ഇത് ലഭിക്കുക. പുതിയ ഏകീകൃത പെൻഷൻ്റെ പ്രയോജനം 1-2 23 ലക്ഷം ജീവനക്കാർക്കാണ് ലഭ്യമാകാൻ പോകുന്നത്. സംസ്ഥാന സർക്കാരുകൾക്കും ഈ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ യാതൊരു തടസ്സവാദവും ഉയർത്തുന്നുമില്ല. 3-ാം നരേന്ദ്രമോദി സർക്കാർ അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരുടെ കയ്യടി സ്വന്തമാക്കുകയാണ് എല്ലാ അർത്ഥത്തിലും.